ഭയങ്കര സന്തോഷം. എനിക്ക് ഗണിതത്തിൽ എന്താണ് ഗണിതത്തിൽ ഗണിതത്തിൽ 22.5 ഗൈസ്. ഓ സന്തോഷമായി. 30 കുഴപ്പമില്ല. ടീച്ചറെടുത്തൊന്നും ഒന്നും കിട്ടിയില്ല. എനിക്കൊന്നും അടി കിട്ടില്ല. പിന്നെ എനിക്ക് മാത്സിന് മലയാളത്തിലേക്ക് മലയാളത്തില് 15 ഗൈസ്. ശരിക്കും ഞാൻ വെറുതെ പറഞ്ഞാണ് ഗൈസ്. എനിക്ക് 12 കുഴപ്പമില്ല ഗൈസ്. പരിസര പഠനത്തിൽ 14 ആണ്. 25 14 കുഴപ്പമില്ല. നമുക്ക് പഠിക്കാം. ഞാൻ ഈ പഠിക്കുന്ന ഫുൾ വീഡിയോ ഇപ്പൊ മലയാളം ഇടാം. തോട്ട് ഓഫ് ദ ഡേ വായിക്കാണ്ട്. പക്ഷെ വേറെ 4 വായിച്ചത് അടിയാണ്. ഞാൻ 4ാം ക്ലാസ്സിലാണ്. ടീച്ചർ ഇന്നത്തെ തന്നത് സ്കൂളിൽ തന്നിരുന്നു. ബാക്കി ഉണ്ടായിരുന്നു. അത് ചെയ്യണം. ഭയങ്കര നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നൊക്കെ അറിയില്ല. ഭയങ്കര കുഞ്ഞായിട്ടാണ് വ്യക്തിക്ക് വേണ്ടി നമ്മൾ കുഞ്ഞായിട്ട് സാധാരണ ഇങ്ങനെയാണ് ഗൈസ്. ക്ലിയർ ആവുന്നില്ല. കുറച്ച് വലുതും കുറച്ച് ചെറുതും മീഡിയത്തിലാണ് എൻ്റെ എഴുത്തുണ്ടാവുക. ഇവിടെ കളർ ചെയ്യാണ്ടാവും. കളർ ചെയ്തിട്ട് ഞാൻ എന്ത് ഞാൻ വലുതായിട്ട് പുതിയ ബോക്സ് ആണ്. ഫസ്റ്റ് തന്നെ ഇങ്ങനെയാണ് ബോക്സ്. ഞാൻ പെൻസിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. ഇതാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു സംഭവമാണ്. അതിൻ്റെ ഒരു ടൈം ടേബിൾ എഴുതി വെക്കാനുണ്ടാവും. അത് നമുക്ക് ചെയ്യാം. അത് ഞാൻ എഴുതിയിട്ടെന്തോ വായിക്കും. എന്തോ കൊള്ളാം. പിന്നെ എനിക്കൊരു ചെറിയ സ്കെച്ച് കമ്പ്യൂട്ടറായിട്ട് ചെറിയ സംഭവം നമ്മൾ ഇവിടെ ഈ ഭാഗത്ത് കൊള്ളിലൊക്കെ ഈ ഭാഗത്തേക്ക് വെക്കും. പിന്നെ ഒരു പീസ് എടുത്ത് അത് ഇവിടേക്ക് വെക്കും. എന്നിട്ട് ഇതുണ്ട്, അത് നമ്മൾ പിന്നെ ഒരു കട്ടുണ്ട്. ഇങ്ങനെയാണ് സ്കെച്ച് ആയതുകൊണ്ട് അധികം അതിൻ്റെ ഉത്തരം എഴുതാം. നിങ്ങൾക്ക് 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഞാവൽക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചോദ്യങ്ങൾക്ക് ഫസ്റ്റത്തെ ഉത്തരം നമുക്കായിട്ട് ഈ കഥ വായിച്ചിട്ടുണ്ടാണ് മനസ്സിലായത്. ഞാവൽക്കാടിനെ പറ്റിയിട്ട് എന്താണ് ചോദ്യം. ആ ചോദ്യം
പിന്നെ എന്താ എഴുതേണ്ടത് കാട്ടും ഉത്തരം എഴുതാം. പക്ഷെ ഞാൻ എഴുതിയത് രാവും പകലും തീറ്റ തന്നെ തീറ്റ. ചുരുക്കത്തിൽ നാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ് എന്നാണ് ഞാൻ എഴുതിയത്. പക്ഷേ എനിക്ക് രണ്ടാമത്തെ ഉത്തരം സ്കൂൾ പോയിട്ട് കുട്ടിയാണ്. ആ കുട്ടിനോട് ചോദിച്ചിട്ട് മാത്സ് കുറേ ഉള്ളത് അതിൻ്റെ രണ്ടാമത്തെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ഒരു കുട്ടിനോട് ചോദിച്ചപ്പം കുട്ടി പറഞ്ഞു എനിക്ക് കിട്ടിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ഇത്ര എഴുതണമെന്ന് മനസ്സിലായി. പക്ഷേ ഇതിൻ്റെ അകത്ത് ടീച്ചർ വായിച്ചു തന്നു. ജോസ് ടീച്ചറാണ് ഞങ്ങൾക്ക് ശരിക്കും അഭയസാറാണ്. അഭയസാറ് ഇംഗ്ലീഷും പരിസര പഠനവും എടുക്കും. ജോസ് ടീച്ചർ മലയാളവും മാത്സും എടുക്കും. ഇന്ന് പരിസര പഠനം എടുത്തിട്ടുണ്ടായിരുന്നു. പരിസര പഠനത്തിൽ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കി. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും എടുത്തിട്ടില്ല സാർ. എനിക്ക് ഡയറി എഴുതാണ്ട്, രണ്ടാം തീയതിത്തെ ഡയറി എഴുതാണ്ട് ഞാൻ ഞായറാഴ്ചക്കും ഞായറും ശനി ഞായറും ഞാൻ 5 ദിവസത്തെ എഴുതാറുള്ളൂ. സ്കൂളുള്ള ദിവസത്തും സ്കൂളില്ലാത്ത ദിവസത്തേക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ എഴുതാത്തത്. പക്ഷേ സാറ് പറഞ്ഞിട്ടുണ്ട് ആയാലും കുഴപ്പമില്ല സാറ് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് നിങ്ങൾ അവിടെ കുറച്ച് ഗിഫ്റ്റൊക്കെ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചെറുതില്ലേ അത് അമ്മയ്ക്കിട്ടാണ്. അമ്മക്ക് മത്സരത്തിന്. പിന്നെ വേറെ ഒന്നുണ്ട് അതിൻ്റെ അകത്ത്, അതും അമ്മക്ക് കിട്ടിയ രണ്ടെണ്ണം. പിന്നെ ഇത് പാത്രമാണ്, അതും എനിക്ക് കിട്ടിയാണ്. ചിലപ്പോൾ എനിക്കറിയില്ല. എഴുതാൻ തുടങ്ങാം. ഉത്തരം കിട്ടും. കാട്ടുമൃഗങ്ങൾക്ക് എന്തെല്ലാം ഞാവൽക്കാടിന് തീ പിടിച്ചു. തീ പിടിച്ചപ്പോൾ ഞാവൽക്കാടിന് എന്തൊക്കെയാ സംഭവിച്ചത്? ഞാവൽക്കാടത്തെ കാട്ടുമൃഗങ്ങൾക്കും പിന്നെ ഞാവൽക്കാട് ഒരു മരമാണ്. ഞാവൽ എന്ന് പറഞ്ഞ ഒരു മരമാണ്. മരമാണ്. ആ മരത്തിന് ചുറ്റും ഗരുഡമ്മാവനാണ് അതിലെ ആൾക്കാരെ നോക്കുന്നത്. മുട്ടയിട്ട കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, മുട്ടകളുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടൊക്കെ ഗരുഡമ്മാവന് ഭയമാണ് ഗായ്സ്. നിങ്ങൾക്ക് സ്കൂളില്ലാത്തപ്പോൾ ചിലർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ചേച്ചിക്ക് സ്കൂളില്ലാത്തപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ടോ? എനിക്ക് ഓൺലൈൻ ക്ലാസ് ഇല്ല. പക്ഷെ എനിക്ക് കുറച്ച് ഡയറി ഒക്കെ എഴുതുന്നുണ്ടാവും. മലയാളം ഡയറി വരാൻ പോകുന്നത് ഗായ്സ്. കണ്ടെത്താം എന്നുള്ളത് പറയാൻ എഴുതാന്നുള്ളതാണ്. ഈ കണ്ടെത്താം എന്നുള്ളത് ഉചിതമായി പൂരിപ്പിക്കുക എന്നുള്ളത് നമുക്ക് ഇത് വേഗം എഴുതിയിട്ട് നമുക്ക് കണ്ടെത്താം എന്നുള്ള